റമദാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായേക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ റമദാൻ വ്രതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? തഖ്വ ഉണ്ടാക്കുക എന്നുള്ളതാണ്, നമ്മളെ മുത്തഖികളാക്കി മാറ്റുക എന്നതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറ ആൽ ഇംറാൻ്റെ 133 മുതൽ ഉള്ള ആയത്ത്, ആ ആയത്തിലൂടെ ആർക്കാണ് മഗ്ഫിറത്തും ജന്നത്തും ഉള്ളത് എന്ന് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അവർ മുത്തഖികളാണ്. ആ മുത്തഖികൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റികൾ എന്താണ്, തഖ്വയുള്ളവർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റികൾ എന്താണ് എന്ന് ഓരോന്നായി അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ ഓടിയെടുക്കുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിസ്തൃതമായ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം ഒരുക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണ്? തഖ്വയുള്ളവർക്ക് വേണ്ടിയാണ്, മുത്തഖികൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് ഒരു വസിയത്ത് ചെയ്യാണ്. എല്ലാ ഖുതുബകളിലും വസിയത്ത് ചെയ്യാറുണ്ട്, വസിയത്ത് കൊണ്ടാണ് തുടങ്ങാറുള്ളത്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. എന്താണ് ആ വസിയത്ത്? നിങ്ങളോട് തഖ്വ കൊണ്ട് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് എല്ലാ ഖുതുബയും തുടങ്ങല്. പക്ഷെ നമ്മളത് പണ്ടും തൊട്ടേ കേൾക്കുന്നതുകൊണ്ട് ആ വസിയത്തിന് യഥാർത്ഥത്തിലൊരു വിലയില്ല എന്നുള്ളതാണ്, നമ്മളിത് കേൾക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ക്വാളിറ്റികൾ എണ്ണി പറയുന്നതിൻ്റെ മുന്നേ നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യാണ്, നിങ്ങൾ ഈ ക്വാളിറ്റി ജീവിതത്തിൽ ഉണ്ടാക്കണം. ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അധിക സമയമൊന്നുമില്ല. റമദാൻ പടിവാതിൽക്കലെത്തി, നാളെയോ മറ്റന്നാളെയോ നോമ്പാണ്. ആ നോമ്പ് നമ്മിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഈ സ്വഭാവങ്ങൾ ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കും എന്ന ഒരു ദൃഢപ്രതിജ്ഞ ഉണ്ടാക്കിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ. അള്ളാഹു പറഞ്ഞെന്താണ്? തഖ്വയുള്ളവരുടെ അടയാളങ്ങൾ, നോമ്പ് കൊണ്ട് ഉദ്ദേശമാക്കുന്ന തഖ്വയുള്ളവരുടെ അടയാളങ്ങളായി ഒന്നാമതായി പറഞ്ഞത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, കഷ്ടപ്പാടിലും പ്രയാസത്തിലും അവരവരുടെ ധനം ചെലവഴിക്കുന്നവരാണ്. ഈ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എന്താണ്? ഉള്ളപ്പോൾ കൊടുക്കാൻ ആർക്കും പ്രയാസമില്ല പ്രിയപ്പെട്ടവരെ. കുറേ ബാങ്ക് ബാലൻസ് ഉണ്ട്, കുറേ പൈസ ഉണ്ട്, കോടിക്കണക്കിന് ഉറുപ്പ്യ സമ്പാദ്യമുണ്ട്. ആ സമയത്ത് 1000 ഉറുപ്പ്യ ഒരു പാവപ്പെട്ടവന് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പ്രയാസമില്ല, കൊടുക്കാൻ പറ്റും. ഒരു 99% ആളുകളും കൊടുക്കും. 1% വരുന്ന ആളുകൾ ആ സമയത്തും കൊടുക്കൂല. ഞാനിതിന് ഓൽക്ക് കൊടുക്കുന്നു, ഞാൻ ഉണ്ടാക്കിയ പൈസ അല്ലേ, ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയല്ലേ, ഓന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓവാണെങ്കിൽ ഓൻ പണിയെടുത്തുണ്ടാക്കട്ടെ എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അപൂർവം ആളുകളുണ്ടാവും. പക്ഷെ ഒരു 99% ആളുകളും നല്ല സമ്പാദ്യം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ദാനം ചെയ്യാൻ തയ്യാറാവും. എന്നാൽ തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. അവരെടുത്ത് ഇല്ല എങ്കിലും, അവർ പ്രയാസത്തിലാണെങ്കിലും അവർ ദാനം ചെയ്യും എന്നുള്ളതാണ്. അതിന് തഖ്വ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെ ഇല്ലാത്ത സമയത്ത് ദാനം ചെയ്യുക? അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സ്വഹാബി വരാൻ, എന്നിട്ട് പറയാണ്, റസൂലേ, എനിക്ക് വിശക്കുന്നു, വല്ലാണ്ട് വിശക്കുന്നുണ്ട്, ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഭക്ഷണം വേണം. അപ്പോൾ കൊടുക്കാൻ പ്രവാചകൻ്റെ കയ്യിലൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, റസൂലിൻ്റെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, ആയിരക്കണക്കിന് അനുയായികളുടെ നേതാവാണ്. വിശന്നു വരുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ പ്രവാചകന്റെ കയ്യിൽ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സഹായമായി തൻ്റെ സദസ്സിലേക്ക് നോക്കി, തൻ്റെ അനുയായികളെ നോക്കി, എന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ഇയാളുടെ കാര്യം ഏറ്റെടുക്കുമോ? ആരെങ്കിലും ആർക്കെങ്കിലും ഇയാൾക്കൊന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഒരു അൻസാരി എഴുന്നേറ്റൊന്നു, എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ കൊടുക്കാം, ഞാൻ അയാളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ കയ്യും പിടിച്ചിട്ട് അൻസാരി വീട്ടിലേക്ക് പോയി. ആ മനുഷ്യനെ വീട്ടിലിരുത്തിയിട്ട് ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു അതിഥി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഇവിടെ ഉണ്ടോ കഴിക്കാൻ? ആ സമയം ഭാര്യ പറഞ്ഞു, വല്ലാഹി ഒന്നുമില്ല, നമ്മുടെ മക്കൾക്ക് രാത്രി കഴിക്കാൻ വെച്ച തുച്ഛ
തുച്ഛം ഭക്ഷണമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് ആ ഭാര്യ അയാളോട് മറുപടി പറയാൻ. അപ്പോൾ ആ സ്വഹാബി ഭാര്യയോട് പറയാണ്, സാരില്ല, മക്കളെ പച്ചവെള്ളം കൊടുത്ത് ഉറക്കണം, വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് മക്കളെ ഉറക്കണം. ഉറങ്ങിയതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഈ അതിഥിയുടെ കൂടെ ഇരിക്കാം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നീ വിളക്കണക്കണം, എന്നിട്ട് അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ നടിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അവർ ചെയ്തു. മക്കളെ കിടത്തി ഉറക്കി. ആർക്കാണ് കഴിയുക പ്രിയപ്പെട്ടവരെ? നമുക്കൊന്ന് സ്വപ്നം പോലും, ഇത് നിർബന്ധമല്ല കേട്ടോ, നിർബന്ധമല്ല. നമ്മുടെ മക്കളെ പട്ടിണിക്കിട്ടിട്ട് ദാനം കൊടുക്കണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. നിനക്ക് അത്രയും പ്രയാസം ഉണ്ടെങ്കിൽ നീ കൊടുക്കണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. പക്ഷേ തഖ്വയുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന മനുഷ്യർ അള്ളാഹുവിന് വേണ്ടി ഇത്രയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് ചെയ്യുന്നത് ഉദാത്തമായ ഒരു മനോനിലയിലെത്തിയ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മക്കളെ കിടത്തി ഉറക്കി ഈ മനുഷ്യനെ ഭക്ഷണത്തിന് മുന്നിലേക്ക് കൊണ്ടുനിരുത്തി. ആ സമയത്ത് വിളക്കണച്ചു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് പോലെ നടിച്ചു. അദ്ദേഹം വയറ് നിറയെ ആ കുട്ടികൾക്കുള്ള ഭക്ഷണം അദ്ദേഹം വയറ് നിറയെ കഴിച്ചു. അദ്ദേഹം പോയി. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ ആയത്ത് ഇറങ്ങിയത്. എന്താണ് ആയത്ത്? വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നവരാണ്, പ്രാധാന്യം നൽകുന്നവരാണ്. അവരുടെ സ്വന്തത്തിന് ആവശ്യമുള്ള സ്ഥിതിയിലായാലും ശരി, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ സ്വന്തം നഫ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷ നൽകപ്പെടുന്നത്, ആരാണോ സ്വന്തം നഫ്സിന്റെ ഇടുക്കത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു ഇരുലോകത്തെ വിജയികളും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു സഹാബി നോമ്പെടുക്കാൻ തുടങ്ങി. നോമ്പ് മുറിക്കാനൊന്നുമില്ല. ദിവസങ്ങളോളം അങ്ങനെ നോമ്പ് നീണ്ട് അങ്ങനെ പോവാൻ. അങ്ങനെയാണ് സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിയുന്നത്. അദ്ദേഹം ഈ മനുഷ്യനെ വിളിച്ചു, വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, ഇതന്നെയാണ് സ്ഥിതി. പട്ടിണിയിലും പരിവട്ടത്തിലാണ് അവർ ജീവിച്ചത് പ്രിയപ്പെട്ടവരെ. ആത്മീയമായി ഉന്നതങ്ങളിൽ അവർ വിഹരിക്കുമ്പോഴും പട്ടിണിയിലും പരിവട്ടത്തിലുമായിരുന്നു അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതേ സംഭവം അവിടെയും ആവർത്തിച്ചു. വിളക്കണച്ചു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് പോലെ നടിച്ചു. ഈ നോമ്പുകാരന് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, സാബിത്ത്, ഇന്നലത്തെ നിന്റെ പ്രവർത്തനം അല്ലാഹുവിന് ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു, നീ ലാഭം കൊയ്തിരിക്കുന്നു എന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. തഖ്വയുടെ ഒന്നാമത്തെ അടയാളമാണത്. ഇല്ലായ്മയിലും പ്രയാസത്തിലും മറ്റൊരാളുടെ വേദന കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ മുത്തഖികളാണ്, നമ്മൾ തഖ്വയുള്ളവരാണ്. അടുത്ത ക്വാളിറ്റിയായി അല്ലാഹു പറഞ്ഞത് എന്താണ്? അവർ കോപത്തെ അടക്കി വെക്കുന്നവരാണ്, ദേഷ്യത്തെ അടക്കി വെക്കുന്നവരാണ്. ദേഷ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തും അങ്ങോട്ട് വിളിച്ചു പറയുമെന്നൊരു സ്വഭാവം അവർക്കില്ല. ദേഷ്യം വരാത്ത ആരുമില്ല, എല്ലാവർക്കും ദേഷ്യം വരും. റസൂലുള്ളാഹിക്ക് വരെ ദേഷ്യം വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നിട്ടുണ്ട്. പ്രവാചകന്റെ മുഖം വിവരണമായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് കാര്യം കിടക്കുന്നത്? ഒരാൾക്ക് തീരെ ദേഷ്യം പിടിക്കുന്നില്ലെങ്കിൽ അയാളുടെ ഹോമിയോസ്റ്റാസിന് എന്തോ തകരാറുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അയാളുടെ ഹോർമോണുകൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം. ദേഷ്യം വരികയും എന്നിട്ട് ആ ദേഷ്യത്തെ തന്റെ നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ തഖ്വയുള്ളവൻ. എങ്ങനെയാണ് നിയന്ത്രണ വിധേയമാക്കുക? ആ ദേഷ്യത്തിനനുസരിച്ചുള്ള വാക്കുകൾ പുറത്തേക്ക് പറയാതിരിക്കുക, ആ ദേഷ്യത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കാതിരിക്കുക, ആ ദേഷ്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, ആ ദേഷ്യത്തിനനുസരിച്ച് കുടുംബ ബന്ധങ്ങൾ തകർക്കാതിരിക്കുക. ചില ആളുകളുണ്ട്, എന്തെങ്കിലും അങ്ങോട്ട് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ, ദേഷ്യം അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുട്ടാണ് കണ്ണിൽ. എന്തും പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ദേഷ്യമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ അയാൾ തന്നെ വന്നിട്ട്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ, പൊറുക്കണം, മാപ്പാക്കണം. നല്ല സ്വഭാവമാണ്. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ദേഷ്യം വന്ന് പറയുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ആ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ ഒരിക്കലും നമുക്ക് ഉണക്കാനും കഴിയില്ല. ഒരിക്കലും അത് നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആ ദേശത്തെ നിയന്ത്രിച്ച് നിർത്താൻ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ ഹവയെ, നമ്മുടെ ഷഹവാത്തുകളെ ഇംസാക്ക് പിടിച്ചു കെട്ടാനുള്ള ഒരു പരിശീലന കളരിയാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനം. വിശക്കുന്നുണ്ട്, ഭക്ഷണം നീ കഴിക്കണ്ട. ദാഹിക്കുന്നുണ്ട്, വെള്ളം നീ കുടിക്കണ്ട. യുവാവാണ്, ലൈംഗിക ചോദനകളുണ്ട്, നിന്റെ ഭാര്യയാണ്, നിനക്ക് ഹലാലാണ്, പക്ഷെ അവളുമായി നീ മഗ്രിബ് വരെ ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തേണ്ടതില്ല.
ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ അവന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവിടെ ഈ തഖ്വ തന്നെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയണം. ആ ദേഷ്യം വരുന്ന സമയത്ത് വായി തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയുന്ന മഹാവൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യണം. ആദ്യം പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നിയന്ത്രിക്കണം നമ്മുടെ ഈ രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ള എല്ലില്ലാത്ത അവയവം തന്നെയാണ്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല, അതുണ്ടാക്കുന്ന വിഷയങ്ങൾ ചെറുതൊന്നുമല്ല. 1000 ടണ്ണ് ഭാരം വരുന്ന ഇരുമ്പിന്റെ ആയുധങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത പ്രഹരശേഷി ഈ നാവിനുണ്ട്. രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിൽ കാലാകാലം യുദ്ധത്തിൽ ഏർപ്പെടാൻ ഈ നാവ് കാരണമാവും. രണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബന്ധം തകർന്ന് തരിപ്പണാകാൻ 2 വാക്കുകൾ മതി പ്രിയപ്പെട്ടവരെ, 2 വാക്കുകൾ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നാവിനെ സൂക്ഷിക്കാമെന്ന് നീ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ സ്വർഗത്തിലെ നിനക്ക് കടക്കാമെന്ന് ഞാൻ നിനക്ക് ഗ്യാരണ്ടി തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് ആ നാവിനെ സൂക്ഷിക്കണം. കോപം വരുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് എന്തും വിളിച്ചു പറയുമെന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്. ഈ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് അതാണ്. മൂന്നാമത്തെ വിഷയം എന്താണ്? അല്ലാഹു പറയുന്നു, വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ് അവർ. തഖ്വയുള്ളവന്റെ മൂന്നാമത്തെ അടയാളമാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുക എന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഒരുപാട് വൃത്തികേടുകൾ ചെയ്ത, ഞാൻ ഈ 1-2 ആഴ്ചത്തെ ഖുതുബകളിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. അത് ആ വിഷയം അങ്ങനെ പറയും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ ഗൗരവം അത്രമാത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം വളരെ സീരിയസ് ആയി ഞാൻ നിങ്ങളോട് പറയാം, വളരെ സീരിയസ് ആയി ഗൗരവതരമായി നിങ്ങളോട് പറയാം. ഈ കൂട്ടത്തിൽ ഏട്ടനുമായോ അനുജനുമായോ കുടുംബക്കാരുമായോ സുഹൃത്തുക്കളുമായോ ഏതെങ്കിലും ഒരു മുസ്ലിമുമായോ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണ്ട, നിങ്ങൾ നിസ്കരിക്കുകയും വേണ്ട, നിങ്ങൾ ഖുർആൻ ഓതും വേണ്ട, നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യും വേണ്ട. കാരണം അതെല്ലാം വേസ്റ്റാണ്, സ്വീകരിക്കൂല. ഇതാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, അള്ളാൻ്റെ റസൂൽ പറഞ്ഞതാണ്, വളരെ വ്യക്തമായി പറഞ്ഞതാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ചില മനുഷ്യരുടെ അമലുകൾ 1-ാമത്തെ ആകാശത്തിന് കീ അവിടെ തടഞ്ഞു വെക്കും. പടച്ചോൻ പറയാതെ ഇങ്ങോട്ട് കേട്ടണ്ട, ഇങ്ങോട്ട് എടുക്കേണ്ടത് അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഓൻ്റെ കാര്യത്തിൽ, ഓൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കട്ടെ. എന്നിട്ട് ഓൻ്റെ അമലുകൾ ഇങ്ങോട്ട് എടുത്താൽ മതി. അതായത് 30 ദിവസവും നോമ്പെടുത്തു, 30 ദിവസവും തറാവിഹി നമസ്കരിച്ചു, 5-6 ഖതം തീർത്തു, ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്തു. എല്ലാം അവിടെ അങ്ങനെ ക്ലിയറൻസ് കിട്ടാതെ അവിടെ അങ്ങനെ കിടക്കും 1-ാമത്തെ ആകാശത്ത്. പടച്ചോൻ്റെ അടുത്തേക്ക് യാത്രയാവുമ്പോൾ മീസാനിൽ ഇങ്ങനെ തൂക്കാൻ എല്ലാം ഉണ്ട്. കളവ് പറഞ്ഞതുണ്ട്, പറ്റിച്ചതുണ്ട്, ചതിച്ചതുണ്ട്, വഞ്ചിച്ചതുണ്ട്, അതുപോലെ തന്നെ ഗീബത്തും നമീമത്തും ഉണ്ട്. തിന്മകൾ ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ എടുത്തു വെക്കാൻ എല്ലാം ഉണ്ട്. എന്നാൽ നന്മയിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. നിസ്കാരമില്ല, നോമ്പില്ല, തിലാവത്തില്ല. എന്നാൽ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതി, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇവിടെ കാണാനില്ല. എല്ലാം 1-ാം ആകാശത്തിൻ്റെ കീഴ് അവിടെ കെട്ടിക്കിടക്കാണ്, അതൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്താ അതിന്റെ കാരണം? തന്റെ സഹോദരനായി തെറ്റി നിൽക്കുകയാണ്. അള്ളാഹു പൊറുക്കാത്ത 2 വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞത് മുശ്രിക്ക്, മുഷാഹിൻ എന്നാണ്. മുശ്രിക്കിന്റെ കൂടെയാണ് എണ്ണിയിട്ടുള്ളത്, ഷിർക്കിന്റെ കൂടെയാണ് ഈ ഒരു ഷഹ്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയിട്ടുള്ളത്. പടച്ചോൻ പറഞ്ഞതാണ്, ഫല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ വിട്ടുകൊടുക്ക്, നിങ്ങൾ മാപ്പ് നൽക്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് അതിൻ്റെ അവസാനത്തെ തീയതി ആയിരിക്കണം. വലിയ പ്രയാസമുണ്ടാവും മനസ്സിൽ. ചിലപ്പോൾ വർഷങ്ങൾ ഇങ്ങനെ പിടിച്ചുന്നതായിരിക്കും, ഫൈറ്റ് ചെയ്തുന്നതായിരിക്കും. ഒരു തെറ്റിൻ്റെ മനഃശാസ്ത്രം എന്താണെന്നറിയോ? പിണക്കത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്? തുടക്കത്തിൽ 2 പേർക്കും നന്നാവണം എന്നുണ്ടാവും. ഒന്ന് ഒരു സലാം പറയുക, നന്നാവുക. പക്ഷേ വിചാരിക്കും, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം? ഓനക്ക് വേണമെങ്കിൽ ഓൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഓൻ്റെ ചിലവിലൊന്നല്ല ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഓൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടല്ലോ എനിക്ക് ജീവിക്കാൻ. ഓൻ വേണമെങ്കിൽ വന്നോട്ടെ, ഞാൻ റെഡിയാണ്. അങ്ങനെ ഇതിങ്ങനെ ഈ ഈഗോ വളർന്ന് 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 വർഷങ്ങൾ പിന്നിട്ട് അതങ്ങനെ വലിയ പർവ്വതമായി മാറും.
പിന്നെ അങ്ങോട്ട് സലാം പറയാന്നുള്ളത് വലിയ പ്രയാസമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പോയി അസ്സലാമു അലൈക്കും എന്ന് പറയുക. ആ ഈഗോ അങ്ങോട്ട് തകർന്ന് തരിപ്പണാവട്ടെ. അത് പിശാചുണ്ടാക്കുന്ന ഈഗോയാണ്, അത് പിശാചുണ്ടാക്കുന്ന മറയാണ്. ആ മറ നിങ്ങൾ തകർത്തിട്ട് മാത്രമേ നിങ്ങളെ നോമ്പ് കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ അമലുകൾ കൊണ്ട് കാര്യമുണ്ടാവുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. തഖ്വയുള്ളവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിൽ എണ്ണി പറഞ്ഞ ക്വാളിറ്റികളാണിത്. ഒന്ന്, അവർ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ചെലവഴിക്കുന്നവരാണ്. രണ്ട്, ദേഷ്യം വന്നാൽ വായി തോന്നുന്നത് വിളിച്ചു പറയാതെ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ ക്ഷമാലുക്കളായി പക്വതയും വിവേകവും കൈക്കൊള്ളുന്നവരാണ് അവർ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്, മാപ്പ് നൽകുന്നവരാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലും പടച്ച റബ്ബ് ഇതുപോലെ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ ഓരോ ക്വാളിറ്റികൾ. എന്താണ് അല്ലാഹു പറയുന്നു? ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറത്തുൻ വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ഷഹവാത്തുകളെ കുറിച്ച് എണ്ണി പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, തഖ്വയുള്ള ആളുകൾക്ക്, മുത്തഖികളായ ആളുകൾക്ക് ഇതിനേക്കാളെല്ലാം ഖൈറായ ഒന്ന് നാം പറഞ്ഞു തരട്ടെയോ? എന്താണത്? ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗമാണ് അവരെ കാത്തിരിക്കുന്നത്. വഅസ്വാജും മുതഹ്ഹറ, അവരെ അവിടെ കാത്തിരിക്കുന്നത് പരിശുദ്ധകളായ ഇണകളാണ്. വറിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തിയുമാണ് അവരെ അവിടെ കാത്തിരിക്കുന്നത്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു അവന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്നിട്ട് അല്ലാഹു വിശദീകരിക്കുന്നു ആരാണ് തഖ്വയുള്ളവർ. അല്ലദീന യഖൂലൂൻ, അവർ പറയുന്നവരാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അവർ പറയുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ നാഥ, ഞങ്ങളെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണേ റബ്ബേ. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു അവരുടെ ഓരോ ക്വാളിറ്റികൾ വിശദീകരിക്കുകയാണ്. എന്താണത്? അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീൻ വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. 6 ക്വാളിറ്റികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണത്? ഒന്ന്, അവർ ക്ഷമാലുക്കളാണ്, ക്ഷമിക്കുന്നവരാണ്. അസ്സാബിരീൻ വസ്സാദിഖീൻ, അവർ സത്യസന്ധന്മാരാണ്, കളവ് പറയാത്തവരാണ്. വസ്സാദിഖീൻ വൽഖാനിതീൻ, അവർ ഭക്തിയുള്ളവരാണ്, ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ളവരാണ്. വൽമുൻഫിഖീൻ, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പ്രഭാത വേളകളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നോമ്പിന്റെ ലക്ഷ്യമായി പറഞ്ഞത് തഖ്വയുള്ളവരായി മാറുക എന്നതാണ്. തഖ്വയുള്ളവരായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ക്വാളിറ്റികളാണ്. ഒന്ന്, നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം കൊടുത്ത് ശീലിക്കുക. 2, ദേഷ്യത്തെ നിയന്ത്രിച്ച് ശീലിക്കുക. 3, മാപ്പ് നൽകി ശീലിക്കുക. ഈ ഒരു ശീലത്തിലേക്ക് നാം എത്താൻ നമുക്കുള്ള ഗൈഡൻസ് എന്താണ്? വളരെ വ്യക്തമായി റമദാൻ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പ്രത്യേകതയായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. ആ റമദാനിന്റെ പ്രത്യേകത ആ മാസത്തിൽ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ്. എന്തിനാണ് ഖുർആൻ അവതരിച്ചത്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനായിക്കൊണ്ടാണ്. എങ്ങനെ മാർഗദർശനായിക്കൊണ്ട്? ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, ഇതാകുന്നു ഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല. ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് ഇതെന്താണ്? വഴികാട്ടിയാണ്. തഖ്വയിലേക്കുള്ള വഴികാട്ടി ആരാണ്? പരിശുദ്ധ ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ എപ്പോഴും ഒരാളുണ്ടാവും. ഒരാൾ എപ്പോഴും അങ്ങനെയാണല്ലോ ചില സദസ്സുകൾ, നമ്മൾ ചില ആളുകളെ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പതിയും പ്രസംഗിക്കുമ്പോൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകൾ അത്രയ്ക്ക് ശ്രദ്ധയോടെ ആയിരിക്കും ഇരിക്കുക. അവരുടെ മുഖഭാവം കണ്ടാൽ, അവരുടെ കണ്ണുകൾ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ആ ആളുകളെ പെട്ടെന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആളുകളെ തിരിച്ചറിയാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അയാൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ലാസ്സുകളും വാക്കുകളും കേൾക്കുന്ന ഒരാൾ, കൃത്യമായി നിസ്കരിക്കാനുണ്ടാവും, എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിലുണ്ടാവും.
പെട്ടെന്ന് ഒരു ദിവസം അയാളെ കാണാനില്ല. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അയാളെ കാണാനേ ഇല്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആളുകളോട് ചോദിച്ചു, അയാൾ എവിടെ? അയാളെ കാണാനില്ലല്ലോ. അപ്പോൾ ആളുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇനി അദ്ദേഹത്തെ അന്വേഷിക്കണ്ട. അദ്ദേഹത്തെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം പഴയതുപോലെയല്ല, പിടുത്തം വിട്ടു. മുഴുകുടിയനാണിന്ന്. എല്ലാ വൃത്തികേടുകളും ജീവിതത്തിലുണ്ട്, എല്ലാ വേണ്ടാധീനങ്ങളുണ്ട്. ഇനി അയാൾ ജീവിതത്തിൽ പള്ളിയിൽ കയറുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നൊക്കെ സഹാബികൾ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം ഒരായത്ത് എഴുതി ചേർത്തു. ആ ആയത്ത് ഏതാണ്? ഗാഫിരിൽ ദംബി വഖാബിൽ തൗബി ശദീദുൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു. ഇത് ഖുർആനിലെ ഒരു ആയത്താണ്. അതിൻ്റെ അർത്ഥം ഗാഫിരിൽ ദംബ്, അല്ലാഹു അവൻ പാപം പൊറുക്കുന്നവനാണ്. വഖാബിൽ തൗബ്, അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ശദീദുൽ ഇഖാബി ദിത്തൗൽ, നീണ്ട സമയം ശക്തമായി ശിക്ഷിക്കുന്നവനാണ്, അറ്റമില്ലാതെ ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. ഈ ആയത്ത് എഴുതിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനൊരു കത്തയച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, ആ കത്തിന് മറുപടി വന്നു. ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ, അല്ലാഹുവിന് സർവസ്തുതിയും. അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ കത്തെനിക്ക് കിട്ടി. ആ കത്തിലെ അങ്ങയുടെ വാക്കുകളേക്കാൾ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചത് എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള വാക്കുകളാണ്. ഞാൻ മതിമറന്ന് ജീവിക്കുകയായിരുന്നു. ഖുർആൻ ഓതിയിട്ട് കുറേയായി, അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ടും കുറേയായി. പക്ഷേ താങ്കൾ എഴുതിയ കത്തുണ്ടല്ലോ, ആ കത്തിൽ പറഞ്ഞ ഒരൊറ്റ ആയത്ത്, ഗാഫിരി ദംബ്, പാപം പൊറുക്കാൻ കാത്തു നിൽക്കുന്ന എൻ്റെ റബ്ബ്, വഖാബിലി തൗബ്, പശ്ചാത്താപം സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന എൻ്റെ റബ്ബ്, ശദീദുൽ ഇഖാബി ദിത്തൗൽ, കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന എൻ്റെ റബ്ബ്. ഒരേ ആയത്തിൽ പ്രതീക്ഷയും പേടിയും ഒരുമിച്ചിണങ്ങിയ ആയത്ത് എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇനി ഞാൻ ഉണ്ടാവും അങ്ങയുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതാണ് തഖ്വയിലേക്കുള്ള ഏറ്റവും നല്ല ഗൈഡൻസ്, പരിശുദ്ധ ഖുർആനാണ്. ഒരാൾക്ക് തഖ്വ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അയാൾക്ക് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? പഴങ്കഥകളല്ല, പഴംപുരാണങ്ങളല്ല, അനുഭവ കഥകളല്ല, ഖുർആനാണ്. ഖുർആനിന്റെ ആയത്തുകളാണ്. അതിന് മാത്രമേ തസ്കിയത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതിന് മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മദ്യനിരോധനം ഖുർആൻ ഉണ്ടാക്കിയത് ശരിക്കും അത്ഭുതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത്ഭുതമാണ് ഖുർആനിന്റെ മദ്യനിരോധന നയം. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഖുർആൻ മദ്യം നിരോധിച്ചത്. ഇന്നിന്റെ അവസ്ഥ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് മദ്യം പോയിട്ട്, മദ്യം എന്നല്ല ഇപ്പൊ പ്രശ്നം, ഇപ്പൊ നാവിൻ്റെ അടിയിൽ ഒട്ടിക്കുന്ന പല സ്റ്റിക്കറുകളുമാണ് യുവാക്കളുടെ പ്രശ്നം. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും എത്രയോ അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു ഇന്നിൻ്റെ മക്കൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുർആനിൻ്റെ ആ ഒരു രീതി എന്താണ്? ആദ്യ ഖുർആൻ പറഞ്ഞെന്താണ്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. മദ്യത്തിൽ ചിലപ്പോൾ നല്ലതുണ്ടാവും, പക്ഷേ അതിലെ ബടക്ക് നല്ലതിനേക്കാൾ വലുതാണ് എന്ന് ആദ്യം ഖുർആൻ അവിടെ പറഞ്ഞു വെച്ചു. കുടിക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല, കള്ളുഷാപ്പിൽ പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ നിങ്ങൾ കുടിക്കാതിരിക്കെ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കുടിച്ച അവസ്ഥയിൽ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത്, അള്ളാഹിന്റെ മുന്നിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു. ഇത് വളരെ ഒരു സ്ട്രാറ്റജിക്കലായ സ്റ്റെപ്പാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് നിസ്കാരമുണ്ട്. ദുഹർ കഴിഞ്ഞോടെ അവന് കുടിച്ചാൽ ആ ഒരു ലഹരി അസറിന്റെ സമയത്ത് മാറിയിട്ടില്ലെങ്കിൽ അസർ പോവും. തഖ്വയുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കൂച്ചുവിലങ്ങായി വന്നു. അടുത്ത ഘട്ടത്തിൽ പൂർണ്ണമായ മദ്യനിരോധനമാണ് വരാൻ പോകുന്നത്. എന്താ പടച്ചോൻ പറഞ്ഞത്? ഇന്നമാ യുരീദു ശൈത്താൻ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. നിശ്ചയം പിശാച് ഉദ്ദേശിക്കുകയാണ് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങളിൽ പരസ്പരം ശത്രുതയുണ്ടാക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയാൻ, നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. ഫഹൽ അൻതും മുൻതഹൂൻ.
അതുകൊണ്ട് നിങ്ങൾ പിന്തിരിയാൻ തയ്യാറാകുന്നില്ലേ? ആയത്ത് കേട്ടവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് ആയത്ത് കേട്ടവർ കേൾക്കാത്തവർക്ക് ഓതിക്കൊടുത്തു. ഖുർആനിന്റെ അവതരണം ഉണ്ടായാൽ അങ്ങനെയാണ്, വായിൽ നിന്ന് വായിലേക്ക്, വായിൽ നിന്ന് ചെവികളിലേക്ക് ആയത്ത് അങ്ങനെ മാറി മറിയും. ഈ ആയത്ത് കേട്ടവർ മദ്യത്തിന്റെ ചഷകമത വലിച്ചെറിയുകയാണ്. വീടിന്റെ അകത്ത് സംഭരിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ വീപ്പകൾ തച്ചുടക്കുകയാണ്. മദീനയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യനിരോധനം നിലവിൽ വരുന്നു. ഒരു ഡി അഡിക്ഷൻ സെന്റർ ഇല്ല, ഒരു എൻഫോഴ്സ്മെന്റ് ഇല്ല. ആരാ ഈ വീട്ടിൽ കയറിയിട്ട് മദ്യത്തിന്റെ വീപ്പ തച്ചു വിളിക്കുന്നത്? റസൂല് ഏൽപ്പിച്ച സൈന്യമൊന്നുമല്ല, ആയത്ത് കേൾക്കുന്ന അതിന്റെ ഉടമസ്ഥരാണ്. ആ മദ്യം കച്ചവടം ചെയ്യുന്ന അതിന്റെ ഉടമസ്ഥർ ആയത്ത് കേട്ടു, നേരെ പോയി വീപ്പ തച്ചുടച്ചു. എന്നിട്ട് ചരിത്രം പറയും, ചരിത്രകാരന്മാർ പറയാറുണ്ട്, എന്നിട്ട് ആ മദ്യത്തിന്റെ വീപ്പകളൊക്കെ തച്ചുടച്ചപ്പോൾ മദീനയുടെ ഓരോത്തൂടെ മദ്യത്തിന്റെ ചെറിയ നീർച്ചാൽ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അത് വറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ പുൽനാമ്പുകൾ കിളിർത്തു. ഒട്ടകങ്ങൾ അത് കൂടെ ഭക്ഷിച്ച് നടക്കുമ്പോൾ അതിങ്ങനെ കഴിച്ച് നടക്കാൻ തുടങ്ങി. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ഈ ഒട്ടകങ്ങൾ നോട്ടമിട്ടു. ആ ഒട്ടകങ്ങൾ പിൽക്കാലത്ത് ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ് അറുക്കപ്പെടുമ്പോൾ അവയുടെ മാംസം അവർ വേണ്ടാന്ന് വെച്ചു. എന്താണെന്നറിയോ? കാരണം ആ ഒട്ടകത്തിലെങ്ങാനും മദ്യത്തിന്റെ അംശമുണ്ടെങ്കിലോ എന്ന് ഭയന്നിട്ട്. സുബ്ഹാനല്ലാഹ്, ഈ തഖ്വയിലേക്ക് അവരെ എത്തിച്ചത് എന്താണ്? ഫഹൽ അൻതും മുൻതഹൂൻ. 3 വാക്കുകൾ, 3 വാക്കുകൾ, അതാണ് അവരങ്ങോട്ട് എത്തിച്ചത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, തഖ്വയിലേക്കുള്ള ഗൈഡൻസ്, പരിശുദ്ധിയിലേക്കുള്ള ഗൈഡൻസ് അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആ പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഏറ്റവും അർഹമായ മാസം പരിശുദ്ധ റമദാൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ നമ്മുടെ പാപങ്ങൾ മുഴുവൻ കരിച്ചു കളയുന്ന ഒരു സന്ദർഭമാക്കി മാറ്റട്ടെ. ഈ റമദാനോടുകൂടി ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി അവൻ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ المسلمين أجمعين ونستغفره إنه هو الغفور الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങൾ നമ്മുടെ ഈ റമദാൻ മാസത്തിലെ അമലുകൾക്ക് 4 കാര്യങ്ങൾ ഉണ്ടാവണം. ഈ 4 കാര്യങ്ങളില്ലെങ്കിൽ നമ്മുടെ അമലുകൾ എന്താവില്ല? സ്വീകാര്യമാവില്ല. ഒന്നാമത്തത് ഈമാനാണ്. നമ്മുടെ ഈമാൻ ആദ്യം നമ്മൾ ക്ലിയർ ആക്കണം. 916 ഈമാനോട് കൂടി മാത്രമേ റമദാനിലേക്ക് നമ്മൾ കിടക്കാൻ പറ്റുള്ളൂ. ഈമാനിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. രണ്ടാമത്തേത്, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഇത്തിബാ ഉണ്ടാകണം. നമുക്ക് തോന്നിയതെല്ലാം സൽക്കർമ്മമായി ചെയ്യലല്ല. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ കാര്യം നമ്മൾ അതുപോലെ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ അത് അമലായി മാറുള്ളൂ. മൂന്നാമത്തേത് ഇഖ്ലാസാണ്. നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ എൻ്റെ അപ്പുറത്തേക്ക് വേറൊരു തൃപ്തിയും നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ സദഖ, നമ്മുടെ ഇഅ്തികാഫ്, ഒന്നിലും ഒരു ഉദ്ദേശവും വേറെ ഉണ്ടാവരുത്. നാലാമത്തേത് ഇഹ്തിസാബാണ്, പ്രതിഫലേച്ഛയാണ്. അത് നമുക്കുണ്ടാവണം. എൻ്റെ കർമ്മങ്ങൾ, സൂഫികളായ ആളുകൾ പറയാറുണ്ട്, എനിക്ക് അള്ളാഹുവിനോട് മുഹബ്ബത്താണ്, അള്ളാഹുവിനോട് പ്രേമമാണ്, എനിക്ക് സ്വർഗം വേണ്ട, നരകത്തിന് എനിക്ക് പേടിയില്ല. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമാണ്. അങ്ങനെ ഒരു അമൽ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന അമലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നോമ്പെടുത്താൽ 70 വർഷം നരകത്തിൽ നിന്ന് മുഖം അകലെയാക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നോമ്പെടുത്തിട്ട് ദാഹിക്കുമ്പോൾ, നോമ്പെടുത്തിട്ട് വിശക്കുമ്പോൾ, തലവേദന എടുക്കുമ്പോൾ നമുക്ക് ആ ചിന്ത മനസ്സിലുണ്ടാവണം, പടച്ചോനെ എൻ്റെ മുഖത്തെ നീ 70 വർഷം വഴിദൂരം അകറ്റണ റബ്ബേ. ഞാൻ സ്വർഗത്തിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് റയ്യാൻ എന്ന വാതിൽ നിന്ന് എന്നെ വിളിക്കുന്നൊരവസ്ഥ നീ എനിക്ക് നൽകണം റബ്ബേ എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ആഗ്രഹത്തോടെ, ആശയോടെ നോമ്പെടുക്കലാണ് പടച്ചോൻ ഇഷ്ടം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കൂല. ഒരാൾ പണിയെടുക്കുമ്പോൾ കൂലി മാത്രം മുന്നിൽ കണ്ട്, പണം മാത്രം, പൈസ മാത്രം മുന്നിൽ കണ്ടിട്ട് പണിയെടുക്കുന്ന ഒരാളെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ പ്രതിഫലം മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുക്കുന്ന ഒരു അടിമയെ അള്ളാഹുവിന് ഇഷ്ടമാണ്, പടച്ചോന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ റമദാൻ മാസത്തിലെ ഓരോ അമലുകളിലും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങളോട് ഓരോരു വസിയത്തും കൂടി എനിക്കുണ്ട്. ഈ പ്രാവശ്യമെങ്കിലും ഇത്തികാഫ് ഇരിക്കാൻ ശ്രമിക്കാം. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പറയാറുണ്ട്,
കഴിഞ്ഞ പ്രാവശ്യമൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് വർഷമായി നമുക്ക് ആ അവസരം കിട്ടിയിട്ട്. ചിലപ്പോൾ ഈ പ്രാവശ്യം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അവസരം ഉണ്ടാവും. എന്താണെന്നറിയില്ല. ചിലപ്പോൾ കോലങ്ങളൊക്കെ മാറി മറിയാനും മതി, കൊറോണ കേസുകൾ കൂടി അടച്ചിടാനും ഒക്കെ മതിയാവും. പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. എങ്ങാനും അവസരം കിട്ടിയാൽ 10 ദിവസം പൂർണ്ണമായും ഇഅ്തികാഫ് ഇരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് പല ന്യായങ്ങളും നമുക്കുണ്ടാവും. അതിന് പറ്റൂല എന്നുള്ളതിന് വിചാരിച്ചാൽ പറ്റും, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തല്ല, രാത്രി പിന്നെ തറാവി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി വയറ് നിറയെ ഫുഡൊക്കെ അടിച്ച് വന്ന് എന്നിട്ട് പള്ളിയിലേക്ക് വന്നിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഖുർആൻ ഓതി എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ, ഉറങ്ങുന്ന ആളുകളും കൂടി ഇടങ്ങറാക്കിയിട്ട് ഉറക്ക കൂർക്കം വലിച്ച് ഉറങ്ങലല്ല ഇഅ്തികാഫ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ 21-ന്റെ 20-ാമത്തെ രാവിൽ മഗ്രിബിന് പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകുന്നത് മാസം കണ്ടാൽ മാത്രമാണ്. അതാണ് ഇഅ്തികാഫ്. അതെല്ലാവർക്കും ഒന്നും കഴിയൂല. നല്ല തഖ്വയും നല്ല ആഗ്രഹവും നല്ല ആശയമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ പള്ളിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 10-15 ആളുകൾ എല്ലാ വർഷവും അങ്ങനെ മുഴുവൻ സമയവും ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആ ഉള്ള ആളുകളിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ ശ്രമിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, നിൻ്റെ ഖുർആനിനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ റമദാനിനെ ഞങ്ങളെയും എഴുതി ചേർക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ റമദാനിൻ്റെ വ്രതശുദ്ധിയിലൂടെ പാപങ്ങൾ മുഴുവൻ ശുദ്ധമാക്കി പെരുന്നാളാകുമ്പോഴേക്ക് നാഥ നിനക്കിഷ്ടപ്പെട്ട ദാസന്മാരുടെ ഇടയിലേക്ക് ഞങ്ങളുടെ പേരുകൾ കൂടി നീ എഴുതി ചേർക്കണേ നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.